റിപ്പോർട്ടർ ടിവിയുടെ സ്വന്തം അരുൺകുമാർ അഥവാ മൊട്ട ഇപ്പോൾ എയറിലാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാനല്ല പോകുന്നത്, പകരം ആ വിഷയത്തിൽ നമ്മളിൽ പലരും വിട്ടുപോയ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനാണ് പോകുന്നത്. അതായത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗാനന്തരം റിപ്പോർട്ടർ ടിവിയിലെ അവതാരകനും എഡിറ്റോറിയൽ അംഗവുമായ അരുൺകുമാർ നടത്തിയ ചില പരാമർശങ്ങൾ മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അരുൺകുമാർ ഈ വിഷയത്തിൽ കാണിച്ചത് തികഞ്ഞ അനൗചിത്യവും നിരുത്തരവാദപരവുമായ കാര്യമാണ്. ഈ വാക്കുകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുന്നതാണെന്ന് കോൺഗ്രസ് ശക്തമായി തന്നെ ആരോപിക്കുന്നതോടെയാണ് വിവാദം തുടങ്ങിയത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പാലിക്കേണ്ട ധാർമ്മികതയും മര്യാദകളും അരുൺകുമാർ ലംഘിച്ചു എന്ന് തന്നെയാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചും അരുൺകുമാറുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായ വിവാദങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. VS അന്തി ഉറങ്ങുന്ന മണ്ണിൽ പുണ്യാളനായി അദ്ദേഹം ഉയർക്കില്ല. VS അന്തി ഉറങ്ങുന്ന മണ്ണിൽ പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ച ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുകയോ ഉണ്ടാകില്ല എന്ന അരുൺകുമാറിന്റെ പരാമർശമാണ് വിവാദങ്ങൾക്കെല്ലാം വഴിവെച്ചത്. വിയോഗശേഷം അദ്ദേഹത്തിന് ലഭിച്ച ജനപിന്തുണയും വിശ്വാസികളുടെ ആദരവും സമുദായ പത്രങ്ങളിലെ റിപ്പോർട്ടുകളുമെല്ലാം മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ വാക്കുകൾ വരുന്നത്. ഇത് ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന് ലഭിച്ച സ്നേഹത്തെയും പരോക്ഷമായി പരിഹസിക്കുന്നതാണെന്ന് കോൺഗ്രസ് ശക്തമായി ആരോപിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവർ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. വിവാദം ശക്തമായപ്പോൾ അരുൺകുമാർ വിശദീകരണവുമായി എത്തി. താൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നും തനിക്ക് ലഭിച്ച ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. താൻ സംസാരിച്ചത് VS എന്ന ഉറച്ച ഭൗതികവാദിയെ കുറിച്ചാണെന്നും അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഇല്ലാതിരുന്നത് കൊണ്ട് ഓർമ്മകൾ ഭക്തിയുടെ ആവശ്യമില്ലെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും അരുൺകുമാർ പറയുന്നു. നേതാക്കന്മാരെ ആരാധിക്കുന്നത് അടിമത്തമാണെന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉമ്മൻചാണ്ടി കോൺഗ്രസുകാർക്ക് പ്രചോദനമാണെങ്കിലും അദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണുന്നതും ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതും അടിമത്തമാണെന്നാണ് തന്റെ അഭിപ്രായം. ഇത് VSന്റെ ഭൗതികവാദ നിലപാടുകളുമായി ചേർത്താണ് താൻ പറഞ്ഞതെന്നും ഉമ്മൻചാണ്ടിയെ ഒരു നിലയിലും കുറച്ചു കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നും അരുൺകുമാർ കൂട്ടിച്ചേർത്തു. തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അരുൺകുമാറിന്റെ ഈ വിശദീകരണങ്ങളെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി താഴ്ത്തിക്കെട്ടാനാണെന്ന് അവർ ശക്തമായി തന്നെ ആരോപിച്ചു. പുണ്യാളൻ, മെഴുകുതിരി, ഭക്തജന പ്രവാഹം, സമുദായ പത്രങ്ങൾ, വെണ്ടയ്ക്ക് നിരത്തുക തുടങ്ങിയ പ്രയോഗങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മരണാനന്തര ചടങ്ങുകളോടും വിശ്വാസങ്ങളോടുമുള്ള പരിഹാസമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. വിശ്വാസികളുടെ പ്രാർത്ഥനകളെയും ആചാരങ്ങളെയും അരുൺകുമാർ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും വിമർശനം ഉയർന്നു. ചാണ്ടി ഉമ്മൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജനമനസ്സുകളിൽ ജീവിക്കുന്ന തന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് അരുൺകുമാറിന്റെ വാക്കുകൾക്ക് ഭംഗം വരുത്താൻ കഴിയില്ലെന്ന് കുറച്ചു. ജനങ്ങളുടെ സ്നേഹത്തെ കരിവാരി തേക്കുന്ന പ്രസ്താവനയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള രാഷ്ട്രീയത്തിൽ VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും അതീവ പ്രാധാന്യമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഇരുവരും വ്യത്യസ്ത പ്രത്യാശാസ്ത്രങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്ന് തന്നെ പറയാം. VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തനായ നേതാവായിരുന്നു. അദ്ദേഹം കർഷക തൊഴിലാളി സമരങ്ങളിലൂടെയും അഴിമതിക്കെതിരായ നിലപാടുകളിലൂടെയും ജനങ്ങൾക്കിടയിൽ വേരുറപ്പിച്ച അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്, കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ എന്ന് പോലും അദ്ദേഹത്തെ പലരും വിശേഷിപ്പിച്ചു. പൊതുപ്രവർത്തനത്തിലെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും അദ്ദേഹത്തെ സാധാരണക്കാർക്ക് പ്രിയങ്കരനാക്കി. മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ പല പദ്ധതികളും കേരളത്തിന്റെ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകിയതാണ്. അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ഒരു ശൂന്യത തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതേസമയം ഉമ്മൻചാണ്ടിയെ എടുത്തു നോക്കുമ്പോൾ ജനകീയനായ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. ലാളിത്യം കൊണ്ടും ജനങ്ങളോടുള്ള അടുപ്പം കൊണ്ടും അദ്ദേഹം കേരളീയരുടെ മനസ്സിൽ ഇടം നേടി. ജനസമ്പർക്ക പരിപാടി പോലുള്ള അദ്ദേഹത്തിന്റെ പരിപാടികൾ ജനങ്ങൾക്ക് ഭരണകൂടവുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരം നൽകി. എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ തന്നെ ജീവിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണം കേരളത്തിന് വലിയൊരു നഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ജനസാഗരമായി മാറിയത് കേരളീയ സമൂഹത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അഗാധമായ സ്വാധീനത്തിന്റെ തെളിവാണ് നമുക്ക് കാട്ടിത്തരുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തിയത് ഈ സ്നേഹബന്ധത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു.
ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ രണ്ട് നേതാക്കളെ അവരുടെ വിയോഗത്തിന്റെ വേദനയിൽ ഇരിക്കുമ്പോൾ ചാനൽ റേറ്റിംഗിന് വേണ്ടിയോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടി ഉപയോഗിക്കുന്നത് ചാനൽ റേറ്റിംഗിന് വേണ്ടിയോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടി ഉപയോഗിക്കുന്നത് മാധ്യമധർമ്മത്തിന് യോജിച്ചതല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ ആദരവും സംയമനവും ഒരു മാധ്യമ പ്രവർത്തകരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അരുൺകുമാർ തന്റെ അവതരണ ശൈലിയിലൂടെയും നിലപാടുകളിലൂടെയും മുൻപും പല വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുള്ള ഒരാളാണ്. റിപ്പോർട്ടർ TV പൊതുവെ രാഷ്ട്രീയ വിഷയങ്ങൾ പ്രത്യേകിച്ചും ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചാനലാണ്. അവരോടൊപ്പം നിൽക്കാനാണ് അവർ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ഇത് പലപ്പോഴും പക്ഷപാതപരമാണെന്ന വിമർശനങ്ങൾ കാരണമായിട്ടുണ്ട്. അരുൺകുമാർ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിലും മുൻ SFI നേതാവ് എന്ന നിലയിലുമൊക്കെ അറിയപ്പെടുന്നതിനാൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. അരുൺകുമാറുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായ ചില പ്രധാനപ്പെട്ട വിവാദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രളയകാലത്തെ വിമർശനങ്ങൾ. 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പുകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നടത്തിയ ചില വിമർശനങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അനാവശ്യ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നായിരുന്നു ഒരു വിഭാഗം ആരോപിച്ചത്. എന്നാൽ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടേണ്ടത് തന്റെ കടമയാണെന്ന് അരുൺകുമാർ വാദിച്ചു. അന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു. പിന്നെ രണ്ടാമത് കോവിഡ് കാലത്തെ റിപ്പോർട്ടിംഗ്. കോവിഡ് മഹാമാരിയുടെ സമയത്തും സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ സപ്പോർട്ടുകൾ അതും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. കോവിഡ് പ്രതിരോധത്തിൽ കേരളം സ്വീകരിച്ച മാതൃകയെ ലോകം പ്രകീർത്തിക്കുമ്പോൾ അദ്ദേഹവും അത് ഏറ്റുപാടി പ്രതിപക്ഷത്തെ താഴ്ത്തികെട്ടുന്ന ചില വിമർശനങ്ങളൊക്കെ അദ്ദേഹം ഉയർത്തിയത് അന്ന് വലിയ വിമർശനം ഉയർന്നതാണ്. പിന്നെ മൂന്നാമത് വ്യക്തിപരമായ പരാമർശങ്ങൾ. രാഷ്ട്രീയ നേതാക്കളെയും പൊതുപ്രവർത്തകരെയും കുറിച്ച് ചില ഘട്ടങ്ങളിൽ അരുൺകുമാർ നടത്തിയ ചില വ്യക്തിപരമായ പരാമർശങ്ങൾ മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ലെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ വസ്തുതകളിൽ അധിഷ്ഠിതമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് കടക്കുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും. പിന്നെ രാഷ്ട്രീയപരമായ ചായ്വാണ് അടുത്തത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിഷ്പക്ഷത പാലിക്കുന്നില്ലെന്നും വ്യക്തമായ രാഷ്ട്രീയ ചായ്വോടെയാണ് പല വിഷയങ്ങളെയും സമീപിക്കുന്നത് വിമർശകർ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നുവെന്നും ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പക്ഷത്തിന്റെ വക്താവായി മാറുന്നത് വാർത്തകളുടെ സത്യസന്ധതയെയും വിശ്വാസ്യതയും ഇല്ലാതാക്കുമെന്നൊക്കെ പലപ്പോഴും ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളാണ്. മറ്റൊന്ന് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ. അരുൺകുമാർ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന ചില പ്രതികരണങ്ങൾക്ക് മുൻപ് വിവാദങ്ങൾക്കിടയായിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പാലിക്കേണ്ട മാന്യതയും ഉത്തരവാദിത്വവും ഒക്കെ സംബന്ധിച്ച് ചർച്ചകൾക്കും ഇത് വഴിതെളിച്ചിരുന്നു. എന്തായാലും ഈ മുൻകാല അനുഭവങ്ങൾ അരുൺകുമാർ ഇപ്പോൾ നടത്തിയ പരാമർശത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുകയും രാഷ്ട്രീയമായി ആളിക്കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടർ TVയുടെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. മാധ്യമങ്ങൾ സമൂഹത്തിന്റെ കണ്ണാടിയാണ്. വാർത്തകൾ സത്യസന്ധമായും നിഷ്പക്ഷമായും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അവരുടെ കടമയാണ്. റേറ്റിംഗിന് വേണ്ടിയോ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ വ്യക്തികളെയും സംഭവങ്ങളെയും വളച്ചൊടിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. VS-നെയും ഉമ്മൻചാണ്ടിയെയും പോലുള്ള നേതാക്കൾ എല്ലാ രാഷ്ട്രീയ ഭേദങ്ങൾക്കും അതീതമായി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ രണ്ടുപേരാണ്. അവരുടെ ഓർമ്മകളെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് ഒരു തരത്തിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത പ്രവണതയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നാൽ ഇന്നത്തെ കോൺഗ്രസിലാണെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലാണെങ്കിലും ഉമ്മൻചാണ്ടിയെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ V.S. അച്യുതാനന്ദനെ പോലെയോ ജനകീയനായ ഒരൊറ്റ നേതാവിനെയെങ്കിലും ആർക്കും കാണിച്ചു തരാനില്ല. കഴിഞ്ഞ ദിവസം ജോയ് മാത്യു പറഞ്ഞതുപോലെ ഒരു അര VS-ഓ അല്ലെങ്കിൽ ഒരു കാൽഭാഗം ഉമ്മൻചാണ്ടിയോ ഇന്ന് കോൺഗ്രസിലാണെങ്കിലും ഇല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിലാണെങ്കിലും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഈ രണ്ട് നേതാക്കളെയും ജനകീയനായ നേതാവ് എന്ന പെർസ്പെക്റ്റീവിലൂടെ മാത്രമേ കാണാൻ പാടുള്ളൂ. ഇവിടെ അരുൺകുമാർ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ താല്പര്യം ഇവിടെ പച്ചയ്ക്ക് പറഞ്ഞത് ഒരിക്കലും ശരിയായി നമുക്ക് സമീപിക്കാനോ അനുവദിച്ചു കൊടുക്കാനോ സാധിക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ വിഷയത്തിൽ അരുൺകുമാർ വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ സൃഷ്ടിച്ച പ്രകമ്പനം ചെറുതൊന്നുമല്ല. മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും പാലിക്കേണ്ടതുണ്ടെന്ന വലിയ പാഠമാണ് ഈ സംഭവം നൽകുന്നത്. മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും, അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും പരിഗണിക്കുകയും ആരെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയം മാധ്യമങ്ങൾ അവരുടെ സാമൂഹിക ഉത്തരവാദിത്തം എത്രത്തോളം ഗൗരവത്തോടെ കാണണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അരുൺകുമാർ ചെയ്തത് ശരിയാണോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.